നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ ലഹരി മരുന്നുകളുമായി പിടിയിലാകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടായി എന്നത് തന്നെയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരെ ലഹരി മാഫിയയുടെ വലയിൽ അകപ്പെടുകയാണ്. അത് സംബന്ധിച്ച വാർത്തകളാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. മുൻപ് മദ്യമാണ് ആളുകൾ കൂടുതലായി ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ അത് രാസലഹരി മരുന്നുകളിലേക്ക് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നായി മാറുകയാണ്. കഴിഞ്ഞ 2025 കണ്ണൂർ ജില്ലയിൽ മാത്രം എക്സൈസ് ലഹരി മരുന്നുമായി പിടികൂടിയത് 750 പരം ആളുകളെയാണ്. 2024 ഇത് 600ഓളം പേർ മാത്രമായിരുന്നു. ഇത് പിടിയിലാവുന്നവരുടെ ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവ് സൂചിപ്പിക്കുന്നത് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, എക്സൈസിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും ഒക്കെ പരിശോധന കൂടുതൽ കാര്യക്ഷമമാണ് എന്നത് തന്നെയാണ്. ഈ പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുന്നതിലൂടെയും കർശന നടപടികളിലൂടെയും ഈ ലഹരി മാഫിയയുടെ വേരറുക്കാൻ സാധിക്കുമോ എന്ന വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണിത്. ഇന്ന് സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണിത്. ഇന്ന് ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് കുമാർ, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ കെ സമീർ, ഒപ്പം സാമൂഹ്യ പ്രവർത്തകനായ മൻസൂർ മട്ടാമ്പ്രം എന്നിവരാണ്. ഞാൻ ആദ്യം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ പി കെ സതീഷ് കുമാർ, നമ്മൾ അനുദിനം കാണുന്നതാണ്, വാർത്തകളിലൂടെയും മറ്റും കാണുകയാണ്, ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ലഹരി മാഫിയയുടെ അടിമകളായി മാറുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നടപടികളൊക്കെ തന്നെ കർശനമായി നടത്തുന്നുണ്ട് എക്സൈസും ഒപ്പം പോലീസും ഒക്കെ തന്നെയും. അതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ലഹരി മരുന്നുമായി പിടിയിലായവരുടെ എണ്ണത്തിലുള്ള വർധനവ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പിടിയിലാകുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവ് സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടാകുന്നുണ്ട്. ഇത് വിൽപ്പന നടത്തുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടാകുന്നത് കൂടിയാണ്. വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലവിൽ? നമസ്കാരം. ആദ്യമായി പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതേപോലെ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇത്തരം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം നമ്മുടെ ഈ പുതുവർഷ ആരംഭത്തിൽ തന്നെ ചർച്ചക്കെടുത്തിട്ടുള്ള കണ്ണൂർ വിഷന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം അതിനെതിരെ നമ്മുടെ പോലീസും എക്സൈസും പോലുള്ള സർക്കാർ ഏജൻസികൾ വളരെ കർശനമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കണക്ക് തന്നെ നമുക്ക് കാണാം. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം കൂടുതൽ കേസുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ തൊണ്ടി സാധനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേസുകൾ അന്വേഷണം പൂർത്തിയാക്കി കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നടപടികളിലൂടെ അതേപോലെ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അതേപോലെ മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളിലായാലും ക്ലബ്ബുകൾ, വായനശാലകൾ മുതലായവ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടത്തി വരുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായി സമൂഹത്തിൽ നല്ലൊരു ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, 2025 തുടക്കത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഒരു കൂട്ടക്കൊലപാതകത്തെ തുടർന്ന് നമ്മുടെ സമൂഹ മനസാക്ഷി വളരെ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും നല്ല ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ സമൂഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായി തന്നെയാണ് കേസുകളാണ്. നമുക്ക് നമ്മുടെ വിവരങ്ങൾ തരുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളാണ്. ഫോൺ മുഖാന്തരവും നമ്മുടെ അതുപോലുള്ള മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ വിവരം തരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരം കേസുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ഈ വർഷവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ പി കെ സതീഷ് കുമാർ, ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെങ്ങനെയാണ്? 2024 അപേക്ഷിച്ച് ഈ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ്, ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ അങ്ങനെ പിടിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ്, ഈ രാസലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായി എന്നുള്ള കണക്കുകൾ ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച കണക്കുകൾ എങ്ങനെയാണ്? 2024 മയക്കുമരുന്ന് കേസുകൾ 605 കേസുകളാണ് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2025 ആകുമ്പോഴത്തേക്ക് 762 കേസുകളായി. 609 പേരെ പിടികൂടിയപ്പോൾ 2025 770 ആളുകളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ 33 വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ 37 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇതേപോലുള്ള വർധനവ് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിന്റെ അളവിലും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉപയോഗം കൂടി എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം ശക്തമായെന്നുള്ളതിന്റെ തെളിവാണ് ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത്. ഇത് തടയാനായി 2025 എക്സൈസ് നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതൊക്കെ തന്നെ ഫലം കണ്ടിരുന്നു.
എക്സൈസിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, അതായത് ഓണം, ക്രിസ്തുമസ്, പുതുവത്സരം, അതേപോലെ പ്രധാനപ്പെട്ട സമയങ്ങൾ, അതായത് ഇലക്ഷൻ സമയം പോലുള്ള സമയങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ച് വളരെ ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ ജില്ലയിലെ എല്ലാ സമയത്തും ഏത് സമയത്തും ഓടിയെത്താൻ സന്നദ്ധരായിരിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ വിവരങ്ങൾ ആളുകൾക്ക് വിളിച്ചറിയാൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വളരെ കർശനമായിട്ടുള്ള വാഹന പരിശോധനയാണ് നടത്തി വരുന്നത്. അതിർത്തി പ്രദേശങ്ങൾ സീൽ ചെയ്തുകൊണ്ട് തന്നെയുള്ള ബോർഡർ പട്രോളിംഗ് നടത്തി വരുന്നുണ്ട്. അതേപോലെ കോസ്റ്റൽ പോലീസ് മുതലായ ഏജൻസികളുമായി ചേർന്ന് കടലിൽ പട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ RPF-മായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. പോലീസ്, റവന്യൂ, അതുപോലെ വനം വകുപ്പ് തുടങ്ങിയ മറ്റ് ഏജൻസികളുമായി മോട്ടോർ വാഹന വകുപ്പ്, ഫുഡ് കൺട്രോൾ വിഭാഗം തുടങ്ങിയ മറ്റു വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും നമ്മൾ നടത്തി വരുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെയും ഗവൺമെന്റ് സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന പരിശോധനയാണ് നടത്തി വരുന്നത്. ശരി, താങ്കളിലേക്ക് ഞാൻ തിരികെ വരാം. ശ്രീ KK സമീർ, താങ്കൾ മിക്കവാറും സ്കൂളുകളിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ, ഒരു സംഘടനയുടെ പരിപാടിയിൽ, ഒരു വാർഷികാഘോഷം എന്തിരുന്നാലും അതിലൊക്കെ തന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാകും. അതിൽ എല്ലായിടത്തും താങ്കളുടെ ഒരു സാന്നിധ്യവും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായൊരു ബോധവൽക്കരണ ക്ലാസ് താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ക്ലാസിൻ്റെ ഒരു മഹത്വം, അതുകൊണ്ട് തന്നെയാണ് മിക്കവരും താങ്കളെ തന്നെ ഈ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നത്. ഈ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ, ഈ പ്രത്യേകിച്ച് യുവസമൂഹം, ഈ വിദ്യാർത്ഥികൾ, ഇവരിലൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും 2016 സംസ്ഥാന സർക്കാരിന്റെ ലഹരി വർജന മിഷനായി വിമുക്തി രൂപം കൊണ്ടു. 2026 കടന്നിരിക്കുന്ന പുതുവർഷത്തിന്റെ ഒരു 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും വിമുക്തി ക്ലബ്ബുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം സജീവമായി പ്രവർത്തിച്ചു വരുന്നു. UP തലത്തിൽ മഞ്ചാടി ക്ലബ്ബുകളും കോളേജുകളിൽ ശ്രദ്ധ നേർക്കൂട്ടം ക്ലബ്ബുകളും നേർവഴി പദ്ധതിയിലൂടെ കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ അറിയുന്നതിനുള്ള സംവിധാനം വഴി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വിമുക്തി ഇന്ന് വലിയ പ്രചുര പ്രചാരം നേടിവരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം പാഠ്യേതര വിഷയങ്ങളിലും സാമൂഹിക ബോധമുള്ളവരാക്കുവാനും വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ സജീവമാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രചോദനം നൽകുവാനും അവരെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുവാനുള്ള സൗജന്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. പൊതുസമൂഹം വലിയ രീതിയിൽ ഇത് സ്വീകരിക്കപ്പെടുന്നു. ഇതിന്റെ അപകടങ്ങളെക്കുറിച്ച് പൊതുസമൂഹം കൂടുതൽ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി NSS-ഉം NCC-യും സ്കൗട്ടും JRC-യും സൗഹൃദ ക്ലബ്ബുകളും വിമുക്തി ക്ലബ്ബുകളും എക്കോ ക്ലബ്ബുകളും അങ്ങനെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമസ്ത മേഖലകളിലുള്ള ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം വഴി വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല അവബോധം ഉണ്ടാക്കുവാനും തങ്ങളുടെ രണ്ടാമത്തെ വീടിന് സമാനമാണ് നമ്മുടെ വിദ്യാലയം, ആ രീതിയിൽ വിദ്യാലയത്തെ കാത്തു സംരക്ഷിക്കേണ്ടതും ക്യാമ്പസിനെ കാത്തു സംരക്ഷിക്കേണ്ടതും ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും പരിസരങ്ങളിലും ഒക്കെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ബന്ധപ്പെട്ടവരെ അറിയിക്കുവാനുള്ള ഏറ്റവും നല്ല സാമൂഹിക ബോധങ്ങളൊക്കെ നൽകി വഴി അതുവഴി വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതികരിച്ചു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതുസമൂഹം വലിയ രീതിയിൽ സ്വീകരിച്ചു എന്നതിന് ഉദാഹരണമാണ് ഇന്നലെ തന്നെ തലശ്ശേരിയിൽ നടന്ന ഒരു ക്രിക്കറ്റ് മേളയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കിടയിലെല്ലാം അവർ ഇതിന്റെ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം നവമാധ്യമങ്ങളുടെ അമിതമായ പ്രസരിപ്പിലേക്കോ രാസലഹരി ഉൾപ്പെടെയുള്ള മറ്റു ലോകങ്ങളിലേക്ക് വീണുപോവാതിരിക്കാനുള്ള വലിയ പോരാട്ടങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ ഇത്തരം കായിക ലഹരികളുടെയും കലാലഹരികളുടെയും ഒക്കെ അവരെ വാർത്തെടുക്കാൻ, അവരെ മാറ്റി ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ മൻസൂർ മട്ടാമ്പ്രം, താങ്കൾ സാമൂഹ്യ പ്രവർത്തകരാണ്, അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് താങ്കളെ ഞാൻ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. ഈ താങ്കളുടെ സ്ഥലം തലശ്ശേരിയാണ്. അവിടെ ഈ ലഹരി മാഫിയക്കെതിരായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ താങ്കൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്.
എങ്ങനെയാണ് ഇപ്പോൾ ഈ തലശ്ശേരി മേഖലയിലൊക്കെ തന്നെ ഈ കടൽപ്പാലം പരിസരത്തൊക്കെ തലശ്ശേരി കടൽപ്പാലം പരിസരത്തൊക്കെ തന്നെ മുൻപ് ഈ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഈ ലഹരി മാഫിയ തമ്പടിക്കുന്നു എന്ന വാർത്തകൾ പോലീസുകാർക്കും എക്സൈസിനും ഒക്കെ തന്നെ വലിയൊരു പണിയായിരുന്നു. രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഈ കടൽപ്പാലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ അവിടെ ഈ കടൽപ്പാലം പരിസരത്തൊക്കെ തന്നെ വലിയ വികസനം വന്നു, വലിയ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടോ ആ ഭാഗത്തൊക്കെ ഈ ലഹരി മാഫിയയുടെ ഒരു പ്രവർത്തനം ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? നമസ്കാരം. ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ചോദ്യങ്ങളും ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരും കാട്ടി കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ അർജുൻ സാർ ചോദിച്ചതുപോലെ തലശ്ശേരി കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 2020 പബ്ലിക്കിൽ ഞാനൊരു ലഹരിക്കെതിരെ സംസാരിച്ചിരുന്നു. ഒറ്റയാൾ പോരാട്ടം നടത്തി. ഒരുപാട് ആൾക്കാർ അത് ചേർത്ത് പിടിച്ച്, അതിലുപരി ഒരുപാട് ആൾക്കാർ വിമർശിച്ച്. കാരണം എൻ്റെ ശബ്ദം ലഹരിക്കെതിരെയാണ്, ഒരുപാട് യുവാക്കൾക്കെതിരെയാണ്, ഒരുപാട് സ്ത്രീകൾക്കെതിരെയാണ്. കാരണം ഇന്ന് മാരകമായ ലഹരി അടിച്ചിട്ട് സ്വന്തം മാതാപിതാക്കളെ ആക്രമിക്കുന്നതാണ് ഞാൻ അന്ന് സംസാരിച്ചത്. എൻ്റെ വീഡിയോ ഇന്നും എൻ്റെ ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ആ വീഡിയോ ഇപ്പോൾ ഉണ്ട്. അപ്പോ അന്ന് ഞാൻ സംസാരിച്ചത് കൊച്ചി കഴിഞ്ഞാൽ തലശ്ശേരിക്ക് 2ാം സ്ഥാനം വന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അഭിമാനിക്കുന്നു, ഇന്ന് നമ്മുടെ തലശ്ശേരി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. കാരണം 100% ആ ഒരു ലഹരി ഇന്ന് എന്താ പറയാ ഒരു 10% പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പൊ ഈ 6 മാസം ഞാൻ ജിം ഇൻസ്ട്രക്ടറാണ് ദുബായിൽ. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും നാട്ടിലേക്ക് വന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മിസ്റ്റർ കേരള മത്സരത്തിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കി. അപ്പോൾ ഈ 5 മാസത്തെ ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പ്രവാസ ലോകത്തേക്ക് പോയപ്പോൾ ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ന്യൂ ഇയറിന്റെ പരിപാടിയൊക്കെ തലശ്ശേരി, അതുപോലെ ഇന്നലെ പുലർച്ചെ 4 മണി വരെയൊക്കെ തലശ്ശേരി ഈ കടൽപ്പാലം പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് തലശ്ശേരി പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ. കാരണം തലശ്ശേരി പോലീസിന്റെ നല്ലൊരു ഇടപെടലും അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ലൊരു ഇടപെടലും ഉണ്ട്. പക്ഷെ എനിക്ക് അതിൽ കാണുന്നത് അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു 100% സ്ത്രീകൾ കുറവാണ്. സ്ത്രീകൾ ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ ഇന്ന് ശതമാനങ്ങൾ കുറയുന്നോറും ആ കുറയുന്നതില് സ്ത്രീകൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. സ്ത്രീകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ ഒരു 25, 24, 23 വയസ്സുള്ള സ്ത്രീകളിൽ ഇപ്പോ പല ആൾക്കാർ ഇപ്പൊ തലശ്ശേരി മേഖലയിൽ ജനവാസ മേഖലയാണ് എന്റെ പ്രദേശം. തലശ്ശേരി, മട്ടാമ്പുറം, അതുപോലെ കടൽപ്പാലം, ഇതൊക്കെ ജനവാസ മേഖലമായി മാറി. അപ്പോ നമ്മളെ കാഴ്ചയിൽ അതുപോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. മൻസൂറെ, ഇന്ന സ്ഥലത്തിന്റെ ഒരു സ്ത്രീ ഉണ്ട്, ഭയങ്കര ഒരു ഇതിലാ ഉള്ളത്, ഒന്ന് പോയി ശ്രദ്ധിക്കണം. അപ്പോ ഞാൻ ആ ഇത് മനസ്സിലാക്കി ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില സ്ത്രീകളൊക്കെ കാണുമ്പോൾ എന്താ പറയാ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. കാരണം 25, 24 വയസ്സുള്ള സ്ത്രീകൾ കടപ്പുറം പാതാറ് കല്ലുമ്പോൾ ഇരിക്കുക, എന്നിട്ട് വൈകുന്നേരം വരെ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം പോവാനി, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി പോവാ, കയ്യിൽ സിഗരറ്റ് പോലും ഉണ്ടാവും. അതുപോലെ ഇവരെ ഫോണുകൾ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പാറിന്റെ മേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. അത് അവർക്ക് ഓർമ്മയില്ലാണ്ട് പിന്നീട് അത് ഓർമ്മയിൽ വന്ന് നമ്മളെ പോലത്തെ ആൾക്കാരെ അറിയിക്കുക, ജനങ്ങള് ഇന്നൊരു പെൺകുട്ടിന്റെ ഫോണ് പോയിനി, ഇന്നൊരു ആൺകുട്ടിന്റെ ഫോണ് പോയി, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോ തലശ്ശേരി ഫയർഫോഴ്സിനെല്ലാം ഒരുപാട് വട്ടം ഞാൻ വിളിച്ചിട്ട് തലശ്ശേരി ഫയർഫോഴ്സ് എല്ലാം എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഫോണൊക്കെ എടുത്തു കൊടുത്തു. ഇപ്പോ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം തലശ്ശേരി ഫയർഫോഴ്സ് ഇപ്പോ ഈ ഫോണ് മറ്റുള്ള കാര്യങ്ങൾ വീണ് കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. ലഹരി മാഫിയയുടെ വേരിറക്കാനാവുമോ എന്ന വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നത്. ശ്രീ PK സതീഷ് കുമാർ, നേരത്തെ KK സെമീറൊക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ബോധവൽക്കരണം വലിയ ഒരു മാറ്റം സൃഷ്ടിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ. ലഹരി മാഫിയക്കെതിരെ ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് ഈ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ തന്നെ. പക്ഷേ ഈ ലഹരി വിൽപ്പന നടത്തുന്നവർ, ഈ വിൽപ്പന നടത്തി എക്സൈസ് ആയാലും ശരി, പോലീസായാലും അവരെ പിടികൂടിയാൽ കൃത്യമായിട്ട് നമുക്ക് എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന വാർത്തയിൽ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഉണ്ടാകും. അതിൽ ഈ പിടിയിലായ പ്രതി നേരത്തെയും നിരവധി ലഹരി മരുന്ന് കേസുകളിലെ പ്രതിയായിരുന്നു, ഇയാൾക്കെതിരെ പല സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ട് എന്ന്. ഇത്തരത്തിൽ ഈ കേസുകളിൽ പെടുന്നയാൾ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു. അതിനുശേഷവും വീണ്ടും ഇത്തരം കേസുകളിൽ തന്നെ വീണ്ടും പിടിയിലാകുന്ന ഒരു സാഹചര്യം. ഈ വിൽപ്പന നടത്തുന്നത് പൂർണ്ണമായും ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിലേക്ക് എക്സൈസ് ആയാലും ശരി, പോലീസായാലും കടക്കേണ്ടതല്ലേ? ഒരു കേസിൽ പെടുന്ന ആളുകൾ വീണ്ടും
കേസുകളിൽ പിടികൂടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ കേസുകളിൽ പ്രതികൾക്ക് ചിലപ്പോൾ ജാമ്യം കിട്ടിയെന്ന് വരും. അപ്പൊ അങ്ങനെ ജാമ്യം കിട്ടുന്ന പ്രതികൾ വീണ്ടും കേസുകളിൽ ഉൾപ്പെട്ട് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിചാരണ കൂടാതെ അല്ലെങ്കിൽ വിചാരണക്ക് കാത്തു നിൽക്കാതെ തടങ്കലിൽ വെക്കുന്ന നിയമങ്ങൾ ഇവിടെയുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പിറ്റ് NDPS ആക്ട് എന്ന് പറയുന്നത്. പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമപ്രകാരം ഒന്നിലധികം കേസുകൾ ഉൾപ്പെടുന്ന ആളുകളെ നമ്മൾ കരുതൽ തടങ്കലിൽ വെക്കും. ആദ്യം 6 മാസം വെക്കും, അവരുടെ അടുത്ത് ബോണ്ട് വാങ്ങി. പിന്നെ അത് വീണ്ടും നീട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് പ്രകാരം പയ്യന്നൂരുള്ള ഒരു നിഖില എന്നൊരു വനിതയെ നമ്മൾ ഈ അടുത്ത കാലത്തായി കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ പോലീസ് കാപ്പ ആക്ട് ചുമത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതുപോലെ വൻ ശിക്ഷകൾ നമ്മൾ കോടതികളിൽ ഇത്തരം കേസുകളിൽ വിധിക്കുന്നുണ്ട്. പല കേസുകളിൽ ഇപ്പോൾ അടുത്ത കാലത്തായി തന്നെ വളരെയധികം കേസുകളിൽ 20 കൊല്ലം 25 കൊല്ലം ഉള്ള തടവ് ശിക്ഷ പ്രതികൾക്ക് ബഹുമാനപ്പെട്ട കോടതികൾ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മയക്കുമരുന്ന് സംബന്ധിച്ച നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന NDPS നിയമമാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ് പറയുക. അതിൽ വളരെ കർശനമായിട്ടുള്ള ശിക്ഷാവിധികളാണ് അതിലുള്ളത്. വാണിജ്യ അളവിൽ മയക്കുമരുന്നുകൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തിൽ കുറവ് ശിക്ഷ വിധിക്കാൻ പറ്റുകയില്ല. അതേപോലെ ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകൾക്ക് പരോള് കിട്ടുകയില്ല. ജയിലിൽ കിടന്ന ആളുകൾ പിന്നെ ജയിലിൽ തന്നെ ശിക്ഷാ കാലാവധി കഴിയുന്നവരെ തുടരേണ്ടി വരും. അതേപോലെ ശിക്ഷയിൽ ഇളവ് പോലുള്ള ഒരു ആനുകൂല്യവും മയക്കുമരുന്ന് കേസുകളിൽ പെടുന്ന ആളുകൾ കിട്ടുകയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള നിയമബോധവൽക്കരണം നടത്തണം. അപ്പോൾ ഈ NDPS നിയമത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളെയും അതുപോലെ യുവാക്കളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൂടി എക്സൈസ് വകുപ്പ് നടത്താൻ ആലോചിക്കുന്നുണ്ട്. അതിൽ കൂടി നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തി ഈ ശിക്ഷ ഭയന്ന് അല്ലെങ്കിൽ ശിക്ഷയിൽ ഈ കേസുകൾ ഉൾപ്പെട്ടാനുള്ള നടപടികളെ പറ്റി ഭയന്ന് ആളുകളിൽ നിന്ന് പിന്തിരിയും, അല്ലെങ്കിൽ യുവാക്കളും മറ്റും പിന്തിരിയും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ PK സതീഷ് കുമാർ, നമ്മൾ ഈ മദ്യപിച്ച് വരുന്നവരെയൊക്കെ കണ്ടെത്താൻ എളുപ്പമാണ്. അവരുടെ ലുക്കിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. പിന്നെ അവരെ പരിശോധിച്ചാൽ മദ്യപിച്ചതാണെന്ന് മനസ്സിലാകും. ഈ ബ്രെത്തനൈസറൊക്കെ ഉപയോഗിച്ചാൽ തന്നെ അവർ മദ്യപിച്ചോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാസലഹരി ഉപയോഗിച്ച് വരുന്നവരെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക? പ്രത്യേകിച്ച് ഇവരുടെ ഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഒരു മാറ്റം പ്രകടമാകില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ മയക്കുമരുന്നിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പല ചെറുപ്പക്കാരും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് അവരുടെ വീട്ടിൽ പോലും അറിയുന്നില്ല. മദ്യപിക്കുന്ന ആളുകൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ അതിന്റെ മണമുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ രീതികളിലെ വ്യത്യാസമുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാം. പക്ഷെ അതേസമയം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ വളരെ പെട്ടെന്നൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മയക്കുമരുന്ന് ഉപയോഗിച്ച് പല ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ നമ്മൾ പിടികൂടി കഴിഞ്ഞ ശേഷമാണ് അവരുടെ വീടുകളിൽ തന്നെ അറിയുന്നത് ഈ കുട്ടികളെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും അവരുടെ സ്വഭാവ രീതികൾ നിരന്തരമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാകുക, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായ കുട്ടി പെട്ടെന്ന് തന്നെ ഒരു മുഖഭാവത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ചില നോർമലായി പെരുമാറുന്ന കുട്ടി വളരെ അക്രമ സ്വഭാവം കാണിക്കുക, അല്ലെങ്കിൽ വിഡ്രോവൽ സിൻഡ്രോം കാണിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മയക്കുമരുന്നിന്റെ സ്വാധീനം ഇതിലുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കാവുന്നതും ഇതിനുള്ള കൗൺസിലിംഗ് പോലുള്ള ചികിത്സാ രീതികൾ നമുക്ക് തേടാവുന്നതുമാണ്. ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ച് നിരീക്ഷണം എന്നുള്ളത് മാത്രമേ പറ്റൂ. അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, അതായത് അധ്യാപകര്, അതുപോലെ കൂട്ടുകാർ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ, ഏറ്റവും അടുത്തുള്ള സൗഹൃദ വലയത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായൊരു നീക്കത്തിൽ കൂടി മാത്രമേ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ എക്സൈസോ പോലീസോ മാത്രം വിചാരിച്ചാൽ പൂർണ്ണമായും ഈ ലഹരി മാഫിയയുടെ വേരെടുക്കാൻ സാധിക്കില്ല. കൃത്യമായി ജനങ്ങളുടെ ഒരു സഹകരണം കൂടി വേണം. എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അത് കൃത്യമായി എക്സൈസിനെയോ പോലീസിനെയോ അറിയിക്കണം. പക്ഷേ ഈ ലഹരി മാഫിയയുടെയൊക്കെ ഭീഷണിയെ ഭയന്ന് പലരും അതിന് തയ്യാറാവുകയുമില്ല. അതാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ കാണാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഭീഷണിയൊക്കെ ഈ ലഹരി മാഫിയയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്തരത്തിൽ ഈ ജനങ്ങളുടെ ഒരു സഹകരണം ഉണ്ടാകുന്നു. കൃത്യമായി വിവരങ്ങൾ നൽകാൻ തയ്യാറാകുന്നുണ്ടോ ജനങ്ങൾ? ജനങ്ങളുടെ സഹകരണമില്ലാതെ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടുന്നതിന്റെ ഒരു 75% വിവരങ്ങളും നമ്മുടെ നാട്ടിലുള്ള നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നൽകുന്നത്. അപ്പൊ അതിൽ കൂടി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയമുണ്ട്. ആ സംശയത്തിൽ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തിനാലും സംശയം ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ ഈ വിവരം ചോർന്നു പോകുമെന്നോ മറ്റും. അപ്പൊ അങ്ങനെയുള്ള യാതൊരു സംശയത്തിന് അടിസ്ഥാനമില്ല. എങ്കിൽ പോലും നമ്മുടെ ജീവനെ പോലും ബാധിക്കുന്ന ഭീഷണി ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. നമ്മുടെ അതിന്റെ
റിസ്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രഹസ്യമായി നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെതായാലും സംസ്ഥാന ഗവൺമെന്റിൻ്റെതായും അല്ലെങ്കിൽ പോലീസിൻ്റെതായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം മാർഗങ്ങളിലൂടെയാണ് വിവരങ്ങൾ തരേണ്ടത്. അപ്പോൾ അത്തരം മാർഗങ്ങൾ ആളുകൾ വളരെ സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സഹകരണമില്ലാതെ തുടർന്നും ലഭിക്കണമെന്നാണ് എനിക്ക് ഈ പരിപാടിയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ കെ സമീർ, ഈ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ തന്നെ വലിയ മാറ്റം സൃഷ്ടിക്കുന്നുണ്ട് സമൂഹത്തിലെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ഈ ക്ലാസ്സിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളായാലും ശരി, രക്ഷിതാക്കളായാലും ശരി, അവർ താങ്കളെ വ്യക്തിപരമായി വന്ന് നേരിട്ട് കാണുന്നുണ്ടോ? ഏതായാലും ഈ പൊതുസമൂഹത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വലിയ മടി കാണും. അത് ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവരായാലും ശരി, അവരെക്കുറിച്ച് ഈ ലഹരി മാഫിയെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവരായാലും ശരി, ഇനി മക്കളൊക്കെ തന്നെ ഇതിന് അടിമപ്പെട്ടവരാണെങ്കിൽ രക്ഷിതാക്കൾ കൂടി ഈ നേരിട്ട് വന്ന് അങ്ങനെ പരാതികൾ പറയുന്ന ഇതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ നേരിട്ട് വന്ന് കാണുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഈ സാധാരണ നമ്മൾ സ്കൂളുകളായാലും കോളേജുകളായാലും മറ്റു മേഖലകളായാലും ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ മുന്നിലിരിക്കുന്ന കുട്ടികൾ അവരുടെ പ്രായം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഈ വിഷയത്തെ അവിടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, ആ രീതിയിൽ അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്പർശിക്കുന്ന രീതി, അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രസതന്ത്രം, വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു രസതന്ത്രത്തിലൂടെയാണ് തീർച്ചയായിട്ടും ഈ ക്ലാസ് മുന്നോട്ട് പോവുക. അവർക്ക് ആ സമയത്ത് എല്ലാം തുറന്നു പറയാനുള്ള ഏറ്റവും നല്ലൊരു സുഹൃത്തായി, ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥനായി അവിടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ക്ലാസ്സിനൊടുവിൽ ക്ലാസ്സിൽ വെച്ച് തന്നെ അതിന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റു പല സാഹചര്യങ്ങളും വിദ്യാലയങ്ങളിലോ സമീപത്തുണ്ടെങ്കിൽ പറയുന്ന കുട്ടികളുണ്ട്. ക്ലാസ്സിന് ശേഷം പ്രത്യേകം വ്യക്തിപരമായി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മക്കളുണ്ട്. അതിനെല്ലാം പുറമെ രക്ഷിതാക്കന്മാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞു അത് പരിഹരിക്കപ്പെടാനും അത്തരം സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനത്തിലെത്താനും എല്ലാ കാര്യങ്ങളും സജീവമായി നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായിട്ടും ഇന്ന് വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിദ്യാർത്ഥികൾ ബ്രിഗേഡറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കിടയിൽ ഈ ലഹരി എന്ന ക്ലാസ് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പതിയണം. ഈ വിഷയം എത്രമാത്രം അപകടമാണ്, അത് തന്റെ പഠനത്തെ, തന്റെ സ്വപ്നത്തെ, തന്റെ ദീർഘവീക്ഷണത്തെ, തന്റെ ലക്ഷ്യബോധങ്ങളെ, തന്റെ ഭാവി ജീവിതത്തെ, തന്റെ സമൂഹത്തെ, തന്റെ രാഷ്ട്രത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രായവും അവരുടെ ക്ലാസ് മനസ്സിലാക്കി അവരുടേതായ ഭാഷകളിലേക്ക് എത്തിക്കുമ്പോഴും തീർച്ചയായിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നു. അതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ, വ്യക്തമായ പ്രതികരണം നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്. നിരവധി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പയ്യന്നൂർ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കുവാനും ചികിത്സയ്ക്ക് ശേഷം വിദ്യാലയങ്ങളിൽ പഴയതുപോലെ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായി ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അധ്യാപകർക്ക് തന്നെ പ്രത്യേക പരിശീലനങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് അവരെ പരിശീലിപ്പിക്കുന്നു. ഇത്തരം കേസുകളോ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിമുക്തിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ജില്ലാ മാനേജർ ഇന്ന് റേഞ്ച് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എത്തിക്കുവാനും അതുവഴി വളരെ രഹസ്യമായി അന്വേഷണം നടത്തി അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇന്ന് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും വിമുക്തി ക്ലബിന്റെ പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു എന്നതോടൊപ്പം തന്നെ തങ്ങളുടെ ചുറ്റുമുള്ള വിദ്യാലയത്തിന് ചുറ്റുമുള്ള ഇത്തരം ഏതെങ്കിലും ഷോപ്പുകളിലോ അല്ലെങ്കിൽ വിദ്യാലയത്തിന്റെ പരിസരങ്ങളോ ഇത്തരം സംഭവങ്ങളോ യാഥാർത്ഥ്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അതുകൊണ്ട് അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു. വിദ്യാർത്ഥികൾ ഇതിന്റെ പ്രചുല പ്രചാരകരായിട്ട് മാറുന്നു. സമൂഹം ഇത് ഏറ്റെടുക്കുന്നു. ഇതൊരു വലിയ പോരാട്ടമായി ഇനിയും തുടർന്ന് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ശരി, ശ്രീ മൻസൂർ മട്ടാമ്പ്രം, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ഈ ലഹരി മാഫിയക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി അതിനെതിരെ വലിയ എതിർപ്പുകളും അതിന് സപ്പോർട്ട് കൂടുതലുണ്ടായി, പക്ഷേ എതിർപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. എപ്പോഴെങ്കിലും ഈ ലഹരി മാഫിയയുടെ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടോ മൻസൂറിന്? ലഹരി മാഫിയന്റെ ഭീഷണി ഇതുവരെ നേരിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു,
അപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒന്ന് ഉണരാനുണ്ട്. കാരണം രാഷ്ട്രീയക്കാർ പല കാര്യങ്ങളിലേക്ക് ഉണരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോരി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ലഹരിക്കെതിരെ അവരിപ്പോ ഇതിന് മുന്നേ ഒരുപാട് വട്ടം അവർ ഉണർന്നിനി, പക്ഷെ ഇപ്പൊ അവര് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് അതിന്റെ ആ ഒരു ഇത് നമ്മൾ പ്രദേശത്ത് കാണുന്നുണ്ട്. പല പ്രദേശത്ത് കേരളത്തിൽ ഇപ്പോ ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടു. അമ്മയെ കൊല്ലുന്നത്, അച്ഛനെ കൊല്ലുന്നത്. അതുപോലെ ഇവര് മൗനം പാലിക്കുമ്പോൾ ഈ അക്രമി, കാരണം അവൻ ലഹരിയിലാണുള്ളത്, ലഹരിയിൽ അവന്റെ കൈക്കൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ തളരും. ഇത് അവന്റെ ആ ഒരു ഇത് കണ്ട് അത് വീഡിയോ പകർത്തി ആസ്വദിക്കുന്ന ഒരു കാഴ്ച ചില പ്രദേശത്ത് നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം അച്ഛനെ കൊല്ലുന്നത്, ആ അച്ഛനെ കൊല്ലുന്നത് 1 മണിക്കൂർ 2 മണിക്കൂർ തർക്കത്തിന് ശേഷമാണ്. ആ തർക്കത്തിന്റെ ഇടയിൽ ഒന്ന് നാട്ടുകാരൊക്കെ കൂടി ഒന്ന് അവനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, ആ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, ആ സഹോദരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇത് പോലീസ് വരട്ടെ. ചില പ്രദേശത്ത് നമുക്ക് കാണാൻ പോലീസിനെ ആക്രമിക്കുന്ന കണ്ട് രസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മളെ വീട്ടിന്റെ അകത്ത് ഈ മാരകമായ ലഹരി എത്തുന്നത് വരെയല്ല ശബ്ദം ഉയർത്തേണ്ടത്. നമ്മൾ എവിടെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് കേൾക്കുന്നത്? ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും, ചിലപ്പോൾ കൊച്ചിയിലായിരിക്കും, പക്ഷെ നമ്മളെ മനസ്സുകൊണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പ്രതികരിക്കണം. ഇപ്പൊ ഭയം, എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളൂ, ഞാൻ ഒരാളെ ഭയപ്പെടില്ല. കാരണം എന്ത് വെച്ചാൽ നമ്മൾ മരിക്കും. അതിപ്പോ കടലിൽ വീണ് മരിച്ചാലും ലോറി തട്ടി മരിച്ചാലും അല്ലെങ്കിൽ ഒരാളെ കുത്തി വെച്ചാലും മരണവേദന ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആരെയും ഭയപ്പെടൂല. അപ്പോ ഇപ്പൊ ഈ 2020 ലാസ്റ്റ് ഈ ലഹരിക്കെതിരെ ഇറങ്ങാൻ കാരണം എന്റെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോംബെ ഹോട്ടൽ പരിസരത്ത്, തലശ്ശേരി ബോംബെ ഹോട്ടൽ പരിസരത്ത് ലഹരി അടിക്കുന്നതിനിടയിൽ മരണപ്പെട്ടിട്ട് ആ കുട്ടിയുടെ പിതാവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വിഷയ സോഷ്യൽ മീഡിയയിൽ. അന്ന് ഞാൻ സമൂഹത്തിൽ ഇറങ്ങിയത് ലഹരിക്ക്, ഞാനൊരു ബോഡി ബിൽഡറാണ്, ജിം ഇൻസ്ട്രക്ടറാണ്, ഞാൻ എൻ്റെതായ പാഷനിലേക്ക് പോകുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ പാഷന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാണ്ട് ഞാൻ കൂടുതൽ ഇറങ്ങിയത് ഈ ഒരു ലഹരി വിഷയവുമായിട്ടാണ്. പക്ഷെ എനിക്ക് ഇന്ന് സന്തോഷമുണ്ട്, കാരണം ഒരുപാട് കോമ്പറ്റീഷൻ സ്റ്റേജ് എനിക്ക് നഷ്ടമായതാണെങ്കിലും എനിക്കതിൽ ദുഃഖമില്ല. കാരണം ഞാൻ ഒരുപാട് ആളുകളിൽ ഇന്ന് ജീവിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാരെ എൻ്റെ പോക്കറ്റിൽ നിന്ന്, അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ട് അവരെ അവഗണിച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അവരെ സംരക്ഷിച്ച് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് മാന്യമായി ജീവിക്കുന്നുണ്ട്, കുടുംബത്തെ നോക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ജീവരക്ഷാ പ്രവർത്തനത്തിൽ ആ കടലിലും കരയുന്നതിൽ ഒരുപാട് ആൾക്കാരെ രക്ഷിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറയും, മദ്യപിക്കുന്നവൻ കള്ളത്തുള്ളി ഇനി എന്തിനു രക്ഷിക്കുന്ന, അങ്ങ് മരിക്കട്ടെ. പക്ഷെ അവർക്ക് അറിയുന്നില്ല, അവന്റെ സാഹചര്യം അവനെ മദ്യത്തിന്റെ അടിമയാക്കി. ഇന്ന് അവൻ നല്ലൊരു മനുഷ്യനായിട്ട് സ്വന്തം അമ്മയും അച്ഛനെയും നോക്കുന്ന ഒരു മകനായി പോകുമ്പോൾ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. ഇന്ന് കേരളത്തിൽ ഉടനീളം എന്നെ ഓരോ മിസ്സിംഗ് കേസ് വന്നാലും അതുപോലെ ഓരോ അപകടം, ഇപ്പൊ എന്താ പറയാ, ഈ വയനാട് പോലെ എന്നെ എത്തിച്ചത് പൊതുജനങ്ങളാണ്. കാരണം എന്താ പ്രവർത്തനം. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഈ ലഹരിക്കെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിക്കോട്ടെ, അതുപോലെ പല മേഖലയിൽ നിന്നായിട്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. അതുപോലെ മാധ്യമങ്ങൾ ഇപ്പൊ തലശ്ശേരി എന്ന് വെച്ചിട്ടുള്ള ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് ഏറ്റവും കൂടുതൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്റെ വാർഡ് മട്ടാമറം വാർഡാണ്. ഈ മട്ടാമറം വാർഡിലെ പൊതുജനങ്ങളെ കാട്ടും കൂടുതലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അവരെ കൂട്ടുപിടിച്ചിട്ട് ചില ലഹരി മാഫിയകൾ ഇപ്പോ കളിക്കുന്നുണ്ട്. അന്യ സംസ്ഥാനം ഇപ്പോ തലശ്ശേരി കളിപ്പാലം മിൽമ ബൂത്തിന്റെ വട്ടും അതുപോലെ കളിപ്പാലം പരിസരത്തൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ അന്യ സംസ്ഥാനം ഇപ്പൊ ബോംബെയിലേക്ക് പോയ പോലെ ഉണ്ടാവും. ഞാൻ ചില സമയത്ത് വിചാരിക്കുന്നത് എവിടെ ഉള്ളത് നമ്മളെ പ്രദേശം തന്നെ. കാരണം ഒരു കൾച്ചറില്ലാണ്ട് കുറെ കൂട്ടമായിട്ട് വീടിയും ആദ്യം ഇതിപ്പോ ഒരുപാട് ജനവാസ മേഖലയാണ്. ഒരുപാട് സ്ത്രീകൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു മറയില്ല, അവരൊക്കെ ഇത് ശ്വസിച്ചുകൊണ്ടേ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ ഈ വരും ദിവസങ്ങളിൽ ഞാനിപ്പോ നാട്ടിലുണ്ടാവും. അപ്പോ അവർക്കൊക്കെ ഒരു ബോധമൊക്കെ ഉണ്ട്. അവരുടെ ഭാഷയിൽ ഞാൻ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. അതിനിടയിലാണ് എനിക്ക് കുറച്ച് കോമ്പറ്റീഷന്റെ ഒരു ഇത് വന്ന് ഇപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഇതും എന്നെ കൊണ്ട് ഡിപ്പാർട്ട്മെന്റിനും സമൂഹത്തിനും എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം തരുന്ന എൻ്റെ ഉമ്മ പൂർണ്ണ സപ്പോർട്ടാണ്. കാരണം എന്നെ വീട്ടുകാർ ഇന്ന് വരെ ഭയപ്പെടുത്തിയില്ല, ഇനി ആക്രമിക്കപ്പെട്ടു പോകുന്നു. കാരണം അവർക്ക് എന്നെ അറിയാം. കാരണം എനിക്ക് എൻ്റെതായ ഒരു സുരക്ഷ എനിക്കുണ്ട്. അപ്പോ ഈ ആക്രമിക്കാൻ വരുന്നവരോട് എനിക്ക് മാന്യതയോടെ സംസാരിച്ചിട്ട് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിയുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. പിന്നെ അതുപോലെ തലശ്ശേരി പോലീസിന് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഇതിനു മുന്നേ നമ്മുടെ ദീപ്തി മാഡം, തലശ്ശേരിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദീപ്തി മേഡത്തെ കുറിച്ച്. ദീപ്തി മേഡം ഉണ്ടാകുന്ന സമയത്ത് നൈറ്റ് പെട്രോളിംഗ് എല്ലാം നല്ലൊരു സ്പീഡാണ് ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇപ്പോ തലശ്ശേരി പോലീസിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ശബ്ദം ഉയർത്തിയാലും പള്ളി കമ്മിറ്റി, അമ്പല കമ്മിറ്റി ഇവരൊക്കെ ഒന്ന് ശബ്ദം ഉയർത്തിയാൽ, ഇവരൊക്കെ ഒന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ മാറ്റം ഉണ്ടായതിനെക്കാട്ടും മാറ്റം ഉണ്ടാകുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം. അവരിപ്പോ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ പിടിക്കുന്നവരെ പെട്ടെന്ന് വിടുന്നുള്ള ചോദ്യം എനിക്കെല്ലാം ഒരുപാട് രക്ഷിതാക്കൾ അയക്കുന്നുണ്ട്. ഇതെന്താ കഴിഞ്ഞ ആഴ്ച പിടിച്ച് അവനെ വിട്ടു. അപ്പോ അവർക്ക് അറിയുന്നില്ല ഇതിന്റെ
സീൻ എന്താണ്, അതായത് വെച്ചാല് ഒരു ക്വാണ്ടിറ്റി ഇപ്പോ എത്രയോ കണക്കുണ്ട്, അത് കൂടുതൽ കണക്ക് എനിക്കറിയില്ല. എന്നാലും ഞാൻ അറിഞ്ഞത് വെച്ചാല് ഒരു കേസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ റിമാൻഡ് ആക്കണമെങ്കിൽ ഇത്ര കിട്ടണം. ഇത് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവനെ ചിലപ്പോൾ ജാമ്യത്തിൽ അത് ആ ഒരു നിയമമാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ഓരോ രക്ഷിതാക്കൾക്കും ഇപ്പൊ കേരളത്തിലെ പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയക്കുന്ന എന്നെ വിളിക്കുന്നുണ്ട്, എന്റെ മകൻ ഇങ്ങനെയുണ്ട്, എന്റെ മകൾ ഇങ്ങനെയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഭയപ്പെടാണ്ട് ഒന്ന് സാർമാരോട് വിളിച്ചിരുന്നു, ഓപ്പൺ ആയിട്ട് സഹോദരൻ തന്നെയില്ല. നിങ്ങൾക്കിപ്പോ ചില ആൾക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല ഒരുപാട് സ്റ്റേഷനിലേക്ക് പോകാൻ ഭയമാണ്, കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നു. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നു. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നല്ലൊരു എന്താ പറയുക സഹകരണം ഉണ്ടായിനി. പണ്ട് അങ്ങനെയല്ല. പണ്ട് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുമ്പോൾ ഒരാൾക്ക് പേടിയാണ്, യൂണിഫോം കാണുമ്പോൾ പേടിയാണ്. ഇന്ന് പോലീസുകാർ കാണുമ്പോൾ സ്ത്രീകളെ ടാറ്റ കാട്ടുന്ന കാഴ്ചകളാണ് എനിക്കിപ്പോ കാണാൻ കഴിഞ്ഞത്. കാരണം അവരുടെ ആ പെരുമാറ്റം എല്ലാ പോലീസുകാരും ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണാം പോലീസുകാർ, അത് അവരുടെ ഡിപ്രഷനാണ്. കാരണം പോലീസുകാർക്കും ഉണ്ട്, കാരണം ഓരോ വേദനകളും പ്രയാസങ്ങളും അതിൻ്റെ ഇടയിൽ ചില ഡിപ്രഷൻ മനുഷ്യനാണ്, തെറ്റുപറ്റും. അപ്പോ പബ്ലിക് നമുക്ക് ചെയ്തു തരേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ കൊടി നിങ്ങൾ സൂക്ഷ്മതയോടെ നോക്കുന്നത് പോലെ, അതുപോലെ പള്ളി കമ്മിറ്റി നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ നോക്കുന്നത് പോലെ നിങ്ങളൊന്ന് പൊതുസമൂഹത്തെ നോക്കാം. എൻ്റെ കൂടെയുള്ളവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, കൂടെ ചേർത്തില്ല ലഹരി അടിക്കുന്ന അവനെ പുറത്താക്കി എന്ന് ആക്ഷേപിക്കുക. അപ്പൊ അവൻ മാരകമായ ലഹരിയിലേക്ക് പോകും. കാരണം ഇന്ന് കൂട് വെക്കുന്ന കണ്ടിട്ട്, സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ലഹരി കണ്ടിട്ട് അവനെ അകറ്റാതെ അവനെ ചേർത്ത് പിടിക്കുക, അവനോട് സംസാരിക്കുക, ഒരു കൂട്ടുകാരനെ പോലെ ഒരു സഹോദരനെ പോലെ സംസാരിച്ചിട്ട് അവനോട് പറഞ്ഞ എന്റെ രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു വ്യക്തിയാണ്, നീ ഒരു കമ്മിറ്റിന്റെ ഒരാളാണ്, നീ പൊതുസമൂഹത്തിന്റെ ഒരാളാണ്, നീ ഇങ്ങനെ തെറ്റ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പണ്ട് എന്ന് വെച്ചാൽ കളി മത്സ്യത്തൊഴിലാളിയാണ്, ഒരു 10-12 വർഷം ഒരു മത്സ്യത്തൊഴിലാണ്. അന്നൊക്കെ ഞാൻ സിഗരറ്റ് വലിക്കും. ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് വന്നു, സിഗരറ്റ് നല്ലോണം വലിക്കും, നല്ലോണമല്ല ഇങ്ങനെ ഒരു വലിക്കും. അപ്പൊ നമുക്ക് അറിയുന്നില്ല ഈ സിഗരറ്റ് നമുക്ക് തരുന്ന ആ ഒരു ദോഷം, ആ ഒരു ഇത്. പിന്നെ ഞാൻ ചിന്തിക്കൂ, സിഗരറ്റിന് അന്ന് ഗോൾഡ് വലിക്കുമ്പോൾ 6 റുപ്യാത്താണ്. അപ്പൊ നമ്മൾ 6 റുപ്യക്ക് ഒരു നേന്ത്രപ്പഴം വാങ്ങും. അങ്ങനെ ആ നേന്ത്രപ്പഴം ശീലാക്കി. ആ നേന്ത്രപ്പഴം എന്നെ എവിടെ എത്തിച്ച് ദുബായ് ഇന്റർനാഷണൽ ജിമ്മിൽ പരിശീലകനാക്കി. എനിക്ക് ദുബായ് ഇന്റർനാഷണൽ മത്സരിച്ച് 5ാം സ്ഥാനം അന്ന് ഒരു 3 വർഷം മുന്നേ മത്സരിച്ച്, 4 വർഷം മുന്നേ കിട്ടി, 5 വർഷം മുന്നേ കൊറോണയ്ക്ക് മുന്നേ കിട്ടി. അതുപോലെ മിസ്റ്റർ ഇന്ത്യ പങ്കെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് സ്റ്റേജുകളൊക്കെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ ഈ ഒരു അത്ഭുതം മറ്റുള്ളവർക്ക് കിട്ടണം. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇപ്പൊ ഞാനിപ്പോ ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം ചേർത്ത് പിടിച്ചിട്ട് അവരെ തോളിൽ കൈയിട്ടിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ തിരികെ കൊണ്ടുവരാൻ സാധിച്ച്. ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുപാട് അമ്മമാര്, ഉമ്മമാര്, സഹോദരന്മാര്. ഭയങ്കര ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയം എനിക്കില്ല. കാരണം വെച്ചാല് ഇതിനൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ എന്താ പറയാ, ആരും നമ്മളെ പൂവിട്ട് പൂജിക്കൊന്നുമില്ല. ഇവിടെ ഒരുപാട് പ്രമുഖന്മാര് തെരുവിൽ നിന്ന് ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ടിനി. ഒരുപാട് ആൾക്കാർ ഇന്ന് ജയിലിൽ കിടക്കുന്നു നല്ലതിന് ശബ്ദിച്ചതിന്റെ പേരിൽ, നല്ലത് കാട്ടിയതിന്റെ പേരിൽ. അപ്പൊ അതൊക്കെ ഞാൻ ഒരു മാതൃകയാക്കുന്ന ഒരാളാണ്, അതൊക്കെ ഞാൻ പരിശോധിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ ഒരുപാട് ആൾക്കാർ ലഹരിക്കെതിരെ ശബ്ദിക്കുമ്പോൾ പറയും, മൻസൂർ എനിക്കെന്താ പണി, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇനി എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നേ, പോലീസുകാർക്ക് ആ പണിയെടുത്തുന്നതൊക്കെ പറയുമ്പോ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കും. കാരണം അവർക്ക് അറിയുന്നില്ല അവരുടെ അടുത്ത് ഈ ലഹരിയുടെ വിഷയമായി എത്തുന്നു. ഇന്ന് എനിക്ക് വരുന്ന ഓരോ കൗൺസിലിങ്ങിന് എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ വരുമോ, അവര് വർഷങ്ങൾക്ക് മുന്നേ എന്താണോ സംസാരിച്ചത്, എന്റെ മകൻ നല്ല മകനാണ്, അങ്ങനെ ഞാൻ ഒരു ഭയങ്കര സംസാരമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി. കാരണം അവരാ കുറ്റം പറയില്ല. കാരണം അവരൊക്കെ ഏതൊരു മാതാപിതാക്കൾ സ്വന്തം മക്കളെ പളങ്ക് പോലെ, അതായത് സ്വർണത്തിനെക്കാട്ടി വില കൊടുത്ത് ചേർത്ത് പിടിക്കുന്നതാണ്. ആ ഒരു മക്കളാണ് ഇന്ന് സ്വന്തം മാതാവിനെ ആക്രമിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നത്, സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്നത്. അല്ല ലഹരിന്റെ ആണ്. അപ്പൊ ലഹരി തരുന്ന ഇപ്പൊ ഞാൻ നല്ലൊരു വ്യക്തിയാണ് എനിക്കറിയാമെങ്കിലും ഞാൻ ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പല വിഷയത്തിൽ പെട്ടുപോകും. കാരണം ഈ ലഹരി എന്ന് പറയുന്നത് അതങ്ങനെയാണ്. ഇപ്പോ പണ്ടത്തെ ലഹരി എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു കഞ്ചാവ് അതെല്ലാം കേൾക്കാം. ഇപ്പൊ കഞ്ചാവ് ഒന്നുമല്ല. ഇപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന്, അതായത് വെച്ചാല് ഒരാൾക്ക് പിടിക്കപ്പെടാൻ കഴിയില്ല. കാരണം ഫുൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ DJ സ്റ്റിൽ ഇങ്ങനെ നടക്കും. ഇപ്പൊ കഴിഞ്ഞ ന്യൂ ഇയറില് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്തിനെ പരിചയപ്പെട്ടാൽ ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞ ദിവസങ്ങൾക്ക് അറിയാൻ മണിക്കൂറുകൾ പറയാം. അതിനിടയിൽ പരിചയപ്പെട്ട് സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. അവന് എനിക്കൊരു കഥ പറഞ്ഞു തന്നു. ഞാൻ ആ കഥ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആ കഥയിലെ നായകനാണ് അവൻ. പക്ഷെ ഇന്ന് അവൻ നല്ലൊരു മനുഷ്യനായി. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ ഇത്ര പെട്ടെന്ന് എന്താ മാന്യനായി പോയെന്ന്. അപ്പൊ ചില വാക്കുകൾ, ചില ചേർത്ത് പിടിക്കല് നമുക്ക് പെട്ടെന്ന് അത്ഭുതങ്ങൾ വരും. ചിലത് നമുക്ക് എന്താ പറയാ കുറെ വൈകും. പക്ഷെ എത്ര വൈകിയാലും
നമ്മൾ വൈകിപ്പോയി നല്ല വാക്ക് പറയാൻ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം പൊതുസമൂഹത്തിന് കൊടുക്കാൻ എന്നുള്ള ബോധം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളെ രാഷ്ട്രീയ കൊടിനെ നിങ്ങൾ സൂക്ഷ്മതയോടെ നോക്കുന്നത് പോലെ നിങ്ങളൊന്ന് പൊതുസമൂഹത്തെ നോക്കുക, നമ്മളെ കൂടെയുള്ളവരെ നോക്കുക, നമ്മളെ അതിർവരമ്പ് കടക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക, എൻ്റെ കൂടെയുള്ളവർ പെർഫെക്റ്റ് ആണോ, അവർ വലിയൊരു കെണിയിലേക്ക് പോകുന്നു. ഇന്ന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സമയത്ത് അവനെ സ്നേഹിക്കുന്ന ആൾക്കാർ, അവനെ ചേർത്ത് പിടിക്കുന്ന കുടുംബങ്ങൾ ഒക്കെ നിലവിളിയും കരച്ചിലും ഒന്നും പറയണ്ട. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ കൈക്ക് പിടിക്കാൻ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇന്ന് സമയമില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഒന്നാമത് എനിക്ക് കുറച്ച് ഹെൽത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം തണുപ്പൊക്കെ പിടിച്ചിട്ട് കുറച്ച് ടയർഡാണ്. അപ്പോ എന്നെ കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോടും അതുപോലെ ഈ പള്ളി കമ്മിറ്റി ജാതി മത ഭേദ രാഷ്ട്രീയ ഭേദമന്യാണ് എന്റെ സന്ദേശം. ഇതുവരെ അത് എന്നും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയാ, നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക. എന്റെ വാക്കുകൾ മാത്രം നിങ്ങൾ എടുത്തു, എന്നെ നിങ്ങൾ മറന്നുകളി. ഞാനിപ്പോ 5 വർഷം എന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ, എനിക്ക് പല പ്രവർത്തനം ചെയ്ത് പല ജീവനക്ഷമത്തിൽ എനിക്കൊരു വലിയൊരു അവാർഡും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഇന്നും മൻസൂർ മട്ടാമ്പ്ര എന്താന്നുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകൾ എന്നെ കാണുന്നവർ തട്ടിത്തെറിപ്പിക്കരുത്. നിങ്ങളെ പൊതുസമൂഹത്തിൽ പോലീസുകാരെ എക്സൈസിനെല്ലാം നിങ്ങളെ ഒരു ഫ്രണ്ട്ഷിപ്പായി കണ്ട് സഹോദരനിൽ നിങ്ങൾ യൂണിഫോം ഇല്ലെങ്കിലും നിങ്ങൾ ആ ഒരു ഡ്യൂട്ടിന്റെ ഒരു ആളാണ്. അത് നമ്മളെ മനസ്സിലൊന്ന് കൊടുത്താൽ മതി. ഇപ്പൊ എനിക്ക് യൂണിഫോം, എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കും ഈ പോലീസാണോ? കാരണം പോലീസുകാരൊക്കെ എന്നെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്ന, ഗീവ് മീ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ ഓരോ ജനങ്ങൾ ഒന്ന് ഉണരാനുണ്ട്. ഉണർന്നവര് ഒരുപാടുണ്ട്. ഇപ്പൊ എന്റെ അടുത്തുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോ എന്റെ വിളിച്ചിട്ട് സമയക്കുറവ് മൂലമാണ് മൻസൂർ ഞാൻ ഇടപെടുന്നത്. തീർച്ചയായും താങ്കളുടെ വാക്കുകൾ ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം തന്നെയാണ്. ശ്രീ PK സതീഷ് കുമാർ, നേരത്തെ ഈ മൻസൂർ സൂചിപ്പിച്ചതുപോലെ ഈ അന്യസംസ്ഥാനക്കാരായ ആളുകൾ ഈ ലഹരിയുടെ വാഹകരായി കൂടുതൽ മാറുന്നുണ്ടോ? അവർ ഈ കൂടുതലായി ഈ ലഹരി ഉപയോഗിക്കുന്നവരായി മാറുന്നുണ്ടോ സമൂഹത്തിൽ? അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നാട്ടിൽ നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് വളരെ വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി. അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകൾ ഇതൊരു തൊഴിലായി എടുത്തിട്ടുണ്ട്. അവരിടക്ക് നാട്ടിൽ പോകുന്ന വ്യാജേന ലഹരി എടുക്കാൻ വേണ്ടി പോവുകയും ലഹരി വസ്തുക്കൾ എടുത്തുകൊണ്ടുവന്ന് നാടിവിടെ അതിന്റെ കച്ചവടക്കാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രീതി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം ആളുകളെ എക്സൈസും പോലീസും പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ അവരുടെ ഭാഷയിൽ തന്നെയുള്ള ഈ നിയമത്തിന്റെ കർക്കശത്തെ പറ്റിയുള്ള ബോധവൽക്കരണം നമ്മൾ ധാരാളമായി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടെ അവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ആളുകളെ ഇതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കേസുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവർ സ്ഥിരമായി സഞ്ചരിച്ചു വരുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകളിലും അതുപോലെ തന്നെ അവർ ഇറങ്ങാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല രീതിയിലുള്ള പരിശോധന എക്സൈസിന്റെ ഭാഗത്ത് നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ട്? നേരത്തെ മൻസൂർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി പെട്ടെന്ന് തന്നെ ആളുകൾ ജാമ്യത്തിലിറങ്ങി പോകുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും സാധ്യത വർദ്ധിക്കുന്നു. ഈ നിയമത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ട്? നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ NDPS നിയമത്തിൽ 3 തരത്തിൽ കുറ്റകൃത്യങ്ങൾ വർഗീകരിച്ചിട്ടുണ്ട്. അതായത് ചെറിയ അളവ് മയക്കുമരുന്ന്, മീഡിയം അളവ് മയക്കുമരുന്ന്, വാണിജ്യ അളവ് മയക്കുമരുന്ന് എന്നുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് അതിന്റെ ശിക്ഷയും. അപ്പോൾ വാണിജ്യ അളവിൽ മയക്കുമരുന്ന് പിടികൂടി കഴിഞ്ഞാൽ 10 കൊല്ലത്തിൽ താഴെ ശിക്ഷിക്കാൻ കഴിയില്ല. അത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. മീഡിയം അളവിൽ മയക്കുമരുന്ന് പിടികൂടി കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 10 വർഷം വരെയുള്ള തടവാണ് ശിക്ഷ. അതേപോലെ അതിൽ താഴെയുള്ള ചെറിയ അളവിൽ മയക്കുമരുന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ കുറവാണ്. പക്ഷേ നമ്മുടെ ഈ വാണിജ്യ അളവ് എന്ന് പറയുന്നത് ചില മയക്കുമരുന്നുകളെ സംബന്ധിച്ചോളം 1 ഗ്രാമിൽ താഴെയാണ്. അതായത് ഞാൻ പറഞ്ഞ ഈ 10 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നതിൽ അതിൽ ഉൾപ്പെട്ട തൊണ്ടി സാധനങ്ങളുടെ അളവ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിൽ താഴെ ഒരു മയക്കുമരുന്ന് കൈവശം വെച്ചാൽ പോലും 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന വകുപ്പുണ്ട്. അതായത് നമ്മുടെ രൂക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും ദോഷകരമായ രാസലഹരികളെ സംബന്ധിച്ച് ഈ വാണിജ്യ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഏത് കേസ് പിടിച്ചു കഴിഞ്ഞാലും ഈ വലിയ അളവിലുണ്ടാവും. അപ്പോൾ രാസലഹരികൾ പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിൽ പോകുന്ന അവസ്ഥ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ അവസാനമായി 2026 പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഈ ലഹരി മാഫിയക്കെതിരായി തടയിടാൻ ആവശ്യം എന്തെങ്കിലും പുതിയ പദ്ധതികൾ എക്സൈസ് കൊണ്ടുവരുന്നുണ്ടോ?
ഇപ്പോൾ നടത്തിവരുന്ന പ്രവൃത്തികൾ വളരെ ഊർജിതമായി തുടരും. നമ്മുടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും അതേപോലെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളൊക്കെ തുടരും. മറ്റ് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടരും. ജനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള പൊതുജന സമ്പർക്കം വളരെ വിപുലമാക്കും. എക്സൈസിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. വിവിധ കമ്മിറ്റികൾ, അതായത് പഞ്ചായത്ത് തല കമ്മിറ്റികൾ, മുനിസിപ്പൽ തല കമ്മിറ്റികൾ, കോർപ്പറേഷൻ തല കമ്മിറ്റികൾ, അതേപോലെ സ്കൂളുകളിലുള്ള ക്ലബ്ബുകൾ, ജാഗ്രതാ സമിതികൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. അത് വളരെയധികം കൂടുതൽ ശക്തിപ്പെടുത്തും. അതേപോലെ കുട്ടികളെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അവരെ മറ്റ് ലഹരികളിലേക്ക്, കായിക ലഹരിയിലേക്കും അതുപോലെ കലാലഹരി അങ്ങനെയുള്ള ലഹരികളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ കൂടുതൽ ശക്തമായ അത്തരം പ്രവർത്തനങ്ങൾ തുടരും. പൊതുജന പങ്കാളിത്തമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. അത് ആർജിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ശരി, ശ്രീ കെ സമീർ, നേരത്തെ മൻസൂർ സൂചിപ്പിച്ചു, ഈ ലഹരിക്ക് അടിമപ്പെട്ടയാൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായാൽ അവർ ലഹരിയുടെ വലിയ പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എങ്ങനെയാണ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ കാണാൻ സാധിക്കുന്നുണ്ടോ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞ ഒരു ചോർത്ത് പറയുമ്പോൾ, ഇപ്പോ അതിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റീസെന്റ് അടുത്ത കാലത്താണ് നമ്മൾ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷാ വൈദഗ്ധ്യമുള്ളവരെ കൊണ്ടുവന്ന് ഈ വിഷയത്തിന്റെ എത്രത്തോളം അതിന്റെ എഫക്ട് അത് ശരീരത്തിലും മനസ്സിലായാലും നിയമത്തിന്റെ സംവിധാനത്തിലും പറഞ്ഞ് ബോധ്യപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ തൊഴിൽ തേടി എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ ബോധവൽക്കരണ ക്ലാസ്സും നടത്തി വന്നിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തി ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അകപ്പെട്ടു പോയാൽ അവരെ ചേർത്ത് പിടിക്കുക തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങൾ 14405 എന്ന ടോൾ ഫ്രീ നമ്പർ ഓരോ വീടുകളിലും എത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം മാനസികമായ സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് സംവിധാനത്തിൽ വഴി പയ്യന്നൂരിലെ കണ്ണൂർ ജില്ലയുടെ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ IPOP സംവിധാനത്തിലൂടെ പ്രവർത്തിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം അകപ്പെട്ടു പോയവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർ കൗൺസിലിംഗ് നൽകിക്കൊണ്ടും അവരെ ജീവിതത്തിന്റെ നല്ല വഴികളിലേക്ക് എത്തിക്കാനുള്ള വലിയ പോരാട്ടം നടക്കുന്നു. ഇന്ന് അറളൻ മേഖലയിൽ സൗജന്യമായ PSC പരിശീലന ക്ലാസുകൾ നൽകിക്കൊണ്ട് അവിടുത്തെ യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ സർവീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി PSCയുടെ സൗജന്യ പരിശീലന ക്ലാസുകൾ അവിടെ നടക്കും. തീരദേശ മേഖലയിൽ കണ്ണൂർ മീൻകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചപ്പോൾ തീരദേശ മേഖലകളിലും യുവാക്കളെ ഇന്നിന്റെ പുതിയ കാലഘട്ടത്തിന്റെ ലഹരികളിലേക്ക് വീണുപോവാതെ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തിന്റെ ലഹരിയിലേക്ക് കൊണ്ടുവരാനുള്ള പോരാട്ടം നടക്കുന്നു. തീർച്ചയായിട്ടും അത്തരം അകപ്പെട്ടുപോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള തുടർച്ചയായുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിന്റെ നല്ല ലക്ഷ്യങ്ങൾ എത്തിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി പ്രവർത്തനങ്ങൾ സജീവമാണ്. പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും ഇനി താഴെ വാർഡ് തലത്തിലും കുടുംബശ്രീ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ട് അകപ്പെട്ടുവരെ ചേർത്ത് പിടിക്കുക, ഒപ്പം തന്നെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിലൂടെ അതിനെ നേരിടുന്ന സംവിധാനവും ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. ശരി, അവസാനമായി ശ്രീ മൻസൂർ മട്ടാമ്പ്രം, താങ്കൾ ഈ ലഹരി മാഫിയക്കെതിരെ പോരാടുമ്പോഴും താങ്കളുടെ പാഷൻ എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ആണ്. താങ്കൾക്ക് എന്തുകൊണ്ട് ഈ കൂടുതലായി യുവാക്കളെ ഈ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചുകൂടാ? ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ താങ്കളുടെ ഭാഗത്ത് നിന്ന്? ഈ ബോഡി ബിൽഡിംഗ് ആ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നതന്നെ നമ്മളെ ഇപ്പോ എന്റെ ഫോട്ടോ അതാണ് എന്റെ നാട്ടിൽ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നവര് കഴിഞ്ഞ 2 ദിവസമായി ഇപ്പൊ വെച്ചിട്ട് ഇപ്പൊ അവിടെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ആൾക്കാർ നോക്കിയിട്ട് എന്നെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആ ഒരു ഫോട്ടോ നിന്റേതായിക്കൂടെ? ആ ഒരു ഫോട്ടോയിൽ എന്തുകൊണ്ട് നിന്റെ ഫോട്ടോ എന്തുകൊണ്ട് വരാത്തത്? എനിക്ക് കൈയില്ലേ, കാലില്ലേ, കളിച്ചൂടെ, ടൈമില്ലേ, എന്തു പറ്റി? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു മത്സരമായിട്ട് കാണുന്നത്. കാരണം ഈ മത്സരം കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു ബോധവൽക്കരണമാണ്. കാരണം 1000 വാക്കുകൾക്കാട്ടിക്കും നല്ലത് ഈ ഒരു ചിത്രമാണ്. കാരണം അതിൽ എഴുതുന്നത് എന്താ? നാടിന്റെ അഭിമാനമാണ്. ഈ അഭിമാനം എന്ന് പറയുന്നത് വായിക്കുന്നവനിക്ക് അഭിമാനമായി മാറണ്ടേ? അപ്പൊ അതാണ് എന്റെ ഒരു ഇത്. കാരണം വെച്ചാല് നമ്മൾ ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു. എന്റെ ജീവിത ശൈലിയിൽ മൻസൂർ ആരാ? അത് ഇതാ ഇങ്ങനെ ഒരു എന്താ പറയുക വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാ എന്ന് പറയുന്നതിനെക്കാളും നല്ലേ മൻസൂർ. ഇപ്പൊ പണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചു, എനിക്ക് ചെറുതിലേ ഉണ്ട് ഓരോ ഉപദേശങ്ങൾ. കാരണം ഞാൻ ഈ വിദ്യാഭ്യാസം കുറവായിരിക്കും, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
പക്ഷേ എനിക്കിങ്ങനെ പെറുക്കിയെടുക്കും, ഇങ്ങനെ ഓരോ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് വേണ്ടതെല്ലാം പെറുക്കി എടുത്ത് ഞാൻ സ്കൂളിൽ ഇട്ട് വരെ പോയി, ബാക്കിയെല്ലാം പുറത്തുനിന്ന് പഠിച്ചത്. പുറത്തുനിന്ന് വെച്ചാൽ അമേരിക്കയൊന്നും അങ്ങനെയൊന്നുമല്ല, കാരണം സ്കൂളിന്റെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കേട്ട് ഇങ്ങനെ അറിവുകൾ നേടി. ഇപ്പോൾ ഞാൻ അറിവ് പഠിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ പൂർണ്ണമായിട്ട് ഒരു അറിവിൻ്റെ ആളല്ല. ഞാൻ എന്താ പറയാ, അറിവ് എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം മാത്രമാണ് ഞാൻ. പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന, ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന കാര്യം എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പ്രഭാഷണങ്ങൾ കൊടുത്ത് ഇതൊന്നും കേട്ട് ഇതിലേ വിടും. പക്ഷെ നമ്മൾ ഈ കാണുന്ന നമ്മളെ കുറ്റം പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചിത്രങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ കാണുമ്പോൾ അത് തന്നെയാണ് 1000 പ്രഭാഷണങ്ങൾക്കാട്ടിയും നല്ല ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ 2005 ഒരു ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ നേടിയപ്പോൾ എൻ്റെ ഫ്ലെക്സ് പല സ്ഥലങ്ങളിൽ വന്നപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഈ കായിക മേഖലയ്ക്ക് കയറാൻ തുടങ്ങി. കാരണം അവർക്ക് കിട്ടും ഈ ഒരു അംഗീകാരം, അവർക്ക് കിട്ടും ഈ ഒരു ചേർത്ത് പിടിക്ക്, അവർക്ക് കിട്ടും ഈ ഒരു സെല്യൂട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ അതിനുശേഷം ഈ ജൂനിയർ വിഭാഗം, അതായത് ലഹരി മാഫിയക്കെതിരെ പോരാടുമ്പോഴും ആളുകളെ തങ്ങളുടെ നല്ല വഴിയിലേക്ക് നയിക്കാനും മൻസൂറിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ മനസ്സിന്റെ അകത്ത് കിട്ടുന്ന ആ ഒരു പെരുപ്പ്. എനിക്ക് വേണ്ടി അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. ലഹരി മാഫിയയുടെ വേരെറുക്കാൻ സാധിക്കുമെന്ന വിഷയമാണ് പരിശോധിച്ചത്. ലഹരി മാഫിയയുടെ വേരെറുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കുന്നത്. അതിനാവശ്യമായ ഇടപെടലൊക്കെ തന്നെ, കർശനമായ നടപടികളിലേക്ക് എക്സൈസും പോലീസും ഒക്കെ തന്നെ കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഈ വിഷയത്തിൽ നിതാന്ത ജാഗ്രതയിലാണ്. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയയുടെ വേരെറുക്കാൻ നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നാണ് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ പി കെ സതീഷ് കുമാർ, ഒപ്പം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ശ്രീ കെ കെ സമീർ, ഒപ്പം സാമൂഹ്യ പ്രവർത്തകൻ മൻസൂർ മട്ടാമ്പ്ര, 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.